ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്ര സമാധാനത്തോടു കൂടി അവൾ എങ്ങനെ തന്നെ ഭക്ഷണം വാരി കഴിക്കുന്നുവെന്ന് എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഞാൻ അവൾക്ക് കൊടുക്കുന്നത്. ഒരു ദിവസം ഫുള്ള് ഒരു കമ്മ്യൂണിക്കേഷൻ പ്ലാൻ. അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെറുപ്പം മുതലേ ചെയ്യാനായിട്ട് ഞാൻ അവളെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. അവളുടെ ഒരു ദിവസം കണ്ടാലോ? വാ കാണിച്ചു തരാം. മുഖം തുടങ്ങി. ആ അങ്ങനെ അമ്മേന്ന് വിളിക്കോ? അമ്മേ അമ്മേ അമ്മേ. ചക്കു ജോലിക്ക് പോയാൽ ഞാനും കുണുക്കും മാത്രമാണ് ഉള്ളൂ. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അവളെ ഞാൻ കൃത്യമായി ഇൻവോൾവ് ചെയ്യിപ്പിക്കും. കാരണം പകൽ സമയത്ത് ഉറക്കമില്ലാത്തത് കൊണ്ട് തന്നെ ഫുൾ ടൈം ഞങ്ങൾ ഒരുമിച്ചാണ്. കിച്ചണിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ സ്ലാബിൽ കയറ്റിയിരുത്തും. അതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അവൾ കണ്ടുപഠിച്ചു തുടങ്ങി. ചൂലെന്ന് പറയുന്നത് അടിച്ചു വരാനാണെന്നും അമ്മ ഇങ്ങനെ അടിക്കാറുണ്ടെന്നും അവൾക്കറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും എടുത്തുകൊണ്ട് ഓടി നടക്കും. വെള്ളം വെള്ളം എവിടെയാ? പോയി എടുത്തിട്ട് വന്നേ. വെള്ളം എവിടെ വെച്ചിരിക്കുന്നതെന്നും അവൾക്ക് ദാഹിക്കുന്നത് എപ്പോഴാണോ അപ്പോൾ വെള്ളം എടുത്ത് കുടിക്കണമെന്നും കൃത്യമായിട്ട് ഞാൻ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് എന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ല. ദാഹിക്കുമ്പോൾ ഇതുപോലെ വെള്ളം കുടിക്കുക. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് കളിക്കും. അവളുടെ ഒരു പ്ലേ ടൈം ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ അവളുടെ എല്ലാ കളികളിലും ഞാൻ കൂട്ടുകൂടാറുമുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയുള്ള സമയങ്ങൾ ഞങ്ങൾ കുക്കിങ്ങും ബാക്കി പരിപാടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെയാണ് പകൽ സമയങ്ങൾ കൂടുതലും ചിലവഴിക്കാറ്. നടന്നു തുടങ്ങിയ പിന്നെ നടത്താനുള്ള ഒരു പരിശ്രമമായി. ഇപ്പോൾ നടത്തം വിട്ട് ഓട്ടവും തുടങ്ങി കേട്ടോ. എനിക്ക് പണിയായി. ഏത് അമ്മയുടെ വാവ എവിടെയാ? വാവ ഏതാ? വാവ ഏതാ? വാവ ഈശോ എവിടെ? ഈശോ ഈശോ എവിടെയാ? ഈശോ എവിടെ? എവിടെയാണോ? എവിടെയാ? പ്രാർത്ഥിച്ചേ. സ്തുതി തന്നെ. സ്തുതി സ്തുതി തന്നെ. എങ്ങനെയാ മിക്ക സ്തുതി തന്നെ? പ്രാർത്ഥിച്ചേ. ഈശോ പ്രാർത്ഥിക്ക്. അതാ ഈശോ. കൈ കുപ്പി പിടിച്ചേ. കൈ കുപ്പി പിടിക്കേ. ഒരു സ്തുതി തന്നെ അമ്മയ്ക്ക്. സ്തുതി സിറ്റിയൊക്കെ തന്നെ പിടച്ച് കയറാനും അതുപോലെ തന്നെ കൃത്യമായി കാലുറപ്പിച്ച് ഇറങ്ങാനും ഞാൻ അവൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെയ്യുന്നുണ്ട്. പയ്യെ ഇറങ്ങിക്കേ. പതുക്കെ 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 ഇറങ്ങിക്കോ പതുക്കെ. പലപ്പോഴും ഞാൻ ചെയ്യുന്ന കുഞ്ഞി കുഞ്ഞി കാര്യങ്ങൾ വരെ അവൾ ശ്രദ്ധിച്ചു വെക്കും. തുണി കൊണ്ട് ഞാൻ തുടക്കുന്നത്